നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഈ വിഷയത്തിൽ ഓൾറെഡി ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ജിസേലിൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ജിസേലിൻ്റെ അമ്മയുടെ ചേച്ചി മരണപ്പെട്ടു എന്നുള്ള ഒരു വീഡിയോ ഇന്നലെ ഓൾറെഡി ചെയ്തിരുന്നു. കുറച്ച് മുന്നേ, അതാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയാൻ കാരണം, കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ജിസേലിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം ബിഗ് ബോസ് ജിസേലിനോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും സ്വന്തം വീട്ടിലുള്ള ഒരു മരണവാർത്ത സംഭവിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമവും കരച്ചിലും കാര്യങ്ങളും തന്നെയായിരുന്നു ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ജിസേൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ അമ്മേനേക്കാളും 15 വയസ്സ് മൂത്തതാണ് ഈ ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളവർ. അപ്പോൾ അവരുടെ വിയോഗം ഇവർക്ക് താങ്ങാൻ പറ്റില്ല, അമ്മയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ആരാണ് കൂടെ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ജിസേൽ ഒരുപാട് കരഞ്ഞു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. കാര്യമായിട്ട് കരച്ചിൽ തന്നെയായിരുന്നു. എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് സംസാരിച്ച സമയത്ത് അമ്മ വളരെ കൂളായിട്ട് നിൻ്റെ എന്താണോ കാര്യങ്ങൾ നീ അവിടെ വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങൾ മുന്നോട്ട് നീക്ക് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജിസേൽ വീണ്ടും അവിടെ നിന്ന് കരഞ്ഞു. അങ്ങനെ വീണ്ടും ബിഗ് ബോസ് കുറേ ആശ്വസിപ്പിക്കാൻ നോക്കി, അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്നും കൊണ്ടും ഒരു എന്താ പറയുക, ഒരു ആശ്വാസം കിട്ടാത്തത് കൊണ്ട് ബിഗ് ബോസ് ആര്യനെ വിളിച്ചു. ആര്യൻ ഉള്ളിൽ വന്നു. ആര്യൻ ബിഗ് ബോസിനെ ആശ്വസിപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആര്യൻ ജിസേലിനെ ആശ്വസിപ്പിക്കൂ എന്ന് പറഞ്ഞു. ആര്യൻ അങ്ങനെ ജിസേലിനെ ആശ്വസിപ്പിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഇപ്പോൾ ജിസേൽ കിച്ചണിൽ വന്നിട്ടുണ്ട്. വന്ന സമയത്ത് നെവിൻ ആൻഡ് ഷാനവാസ് ഇവർ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ജിസേൽ പ്രശ്നം. പക്ഷേ ജിസേൽ പുറത്ത് ഇത് വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ പുറത്ത് അറിയിക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം. പല ആൾക്കാരും പല രീതിയിലാണ്. എനിക്ക് ബേസിക്കലി ഇങ്ങനത്തെ ക്യാരക്ടർ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ എന്ത് വിഷമങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് നാലാളുടെ ഇടയിൽ കൊട്ടിക്കൊഴിച്ചിട്ട് ഒരു പരിഹാസപാത്രം. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. ദാറ്റ്സ് അൾട്ടിമേറ്റ്ലി സർട്ടൺ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഗെയിം ഷോ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു വിഷയത്തിൻ്റെ പേരിൽ വന്ന് പുറത്ത് കരഞ്ഞു കൂവി വിളിച്ചൊരു സീനാക്കി അതിൽ നിന്നൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കാതെ ഒന്നും അറിയില്ലാത്ത രീതിയിൽ വന്നിട്ടാണ് സോ ഫാർ ടിൽ ദിസ് ടൈം ജിസേൽ അവിടെ പെരുമാറുന്നത്. കാരണം ജിസേൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അനുവിനായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ടായിരിക്കാം ഇപ്പോൾ സിറ്റുവേഷനിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ കരച്ചിലും പിടിച്ചിലൊക്കെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് വേറെ രീതിക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ടിൽ ദിസ് ടൈം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ, ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറയാം. ടിൽ ദിസ് ടൈം ഈ വീഡിയോ ചെയ്യുന്നവരെ അവർ വേറെ രീതിയിലുള്ള ഒരു ഇഷ്യൂ ആക്കി അതിനെ മാറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ രീതിയിലാണ് അവിടെ കൊണ്ടുപോകുന്നത്. എന്തായാലും ആര്യൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് പോകണം, ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സമയത്തും ആര്യൻ ഇത്ര തന്നെ പറയുന്നുള്ളൂ, അറിഞ്ഞ് നിനക്ക് സ്ട്രെങ്ത്ത് കിട്ടണം, നീ അവർക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരിക, നീ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്താലും എന്ന് പറഞ്ഞിട്ടുള്ള യൂഷ്വൽ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആസ് എ ട്രൂ ഫ്രണ്ട് ആര്യൻ ഈ ഒരു സംഗതി അവിടെ കൊണ്ടുപോകുന്നുണ്ട്. ജിസേൽ ഷുഡ് സ്റ്റേ ദർ. കാരണം ജിസേൽ ഒരു നല്ലൊരു ഗെയിമറാണ്, അവിടെ വേണം. പക്ഷേ ജിസേലിന് ആകെ ജിസേലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജിസേലിന് ചുറ്റും നടക്കുന്ന പാവാടവള്ളികളാണ്. അത് അതിൻ്റെ മിസ്റ്റേക്ക് അല്ല. മേ ബി ഷീ ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. ദാറ്റ്സ് എ റീസൺ പീപ്പിൾ ആർ ബീങ് സോ നൈസ് ടു ഹെർ. അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ജിസേലിൻ്റെ പ്രശ്നമല്ല, മറ്റുള്ളവർ ജിസേലിൻ്റെ അടുത്ത് എന്തൊക്കെയോ ഫേവേഴ്സ് ഇത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ ഫേവേഴ്സ് ജിസേലിൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കിട്ടും എന്ന് തോന്നുന്നുണ്ട്, കിട്ടും എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദേ വുഡ് ഗെറ്റ് സം സോർട്ട് ഓഫ് ഫേവറുകൾ, ഒരു ഫേവർ, അതായത് എന്താ പറയുക, കുറച്ച് ഔദാര്യം, നല്ല ഔദാര്യമില്ല എന്ന് അതിനെക്കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് അറിയാം, ഔദാര്യമില്ല, ബെനിഫിറ്റ്സ് എന്തെങ്കിലും അതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും എന്നുള്ളത് ഫീൽ ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട് ബാക്കിയുള്ളവർ അതിൻ്റെ കൂടെ നടക്കുന്നത്. അത് അതിൻ്റെ ഫോൾട്ടല്ല അല്ലേ. നല്ലൊരു ഗെയിമറാണ് ജിസേൽ, ഓൾവേസ് എ വെരി ഗുഡ് ഗെയിമർ. ഞാൻ തുടക്കം തൊട്ട് തന്നെ പറയുന്നുണ്ട് ഷീ ഷുഡ് സ്റ്റേ ദർ. കാരണം വെച്ചാൽ കൂടുതൽ ഫിസിക്കൽ ടാസ്കും കൂടുതൽ മെൻ്റൽ ടാസ്കും അവസാനം വരുന്ന സമയത്ത് ഒന്നും കൂടി നിൽക്കേണ്ടത് അവിടെ ജിസേലിനെ പോലുള്ള ആൾക്കാരാണ്. ജിസേലൊക്കെയാണ് അവിടെ നിൽക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവം. ഇനി ബാക്കി എന്താണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് പറയാം. സ്പെഷ്യലി ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നല്ല വീഡിയോ ചെയ്തിരുന്നു, കമൻറ്റ് ബോക്സും എല്ലാ സോഷ്യൽ മീഡിയയും ഡിസ്കസ് ചെയ്തിരുന്നത് അനുമോളുടെ പ്രാക്കാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇത് ഭയങ്കര ക്രൂഷ്യലായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അനുമോളുടെ പ്രാക്ക് അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് പുറത്തറിഞ്ഞിട്ട് ഇനി അവിടെ ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്ന പ്രാക്കാണ്. ഇപ്പോൾ അവിടെ ഇപ്പോഴും കൂടി അക്ബറും ടീമും കൂടി അവിടെ പാട്ടുപാടി ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് പ്രാക്ക്. അപ്പോൾ ആ പ്രാക്കുകാരി എന്നുള്ള സംഗതിനെ അവിടെ മുദ്ര കുത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഈ ഒരു സംസാരമുള്ള സമയത്ത് ഈ ഒരു വിഷയം പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പാനി ഓൾറെഡി ഈ ഒരു വിഷയം അവിടെ പുറത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് ഇനി എന്തെങ്കിലും വ്യത്യാസം വരുത്തുമോ അറിയില്ല. അല്ലെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള സംഗതി ഇത് കംപ്ലീറ്റ് ചെന്ന് വീഴാൻ പോകുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ അനുമോളുടെ തലയിലേക്കായിരിക്കാം ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്. കാരണം വെച്ചാൽ മൂട്ടിക്കൊടുക്കാൻ അപ്പാനി, തുറന്നു പറയാൻ അക്ബർ, ഇതിനെ ഏറ്റുപിടിക്കാൻ അവിടെ റെന ഫാത്തിമ, ഈ 3 കലിങ്ക് ടീംസും ഉള്ളത് കൊണ്ട് ഇത് വേറെ രീതിക്ക് ആവാനാണ് ചാൻസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതാണ് ലൈവ് അപ്ഡേറ്റ്. ഇനി എന്താ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും റിവ്യൂസിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.